പി ബസന്ത് ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം തുടരുന്നുണ്ട്. ബസന്ത്, ഓർത്തെടുക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഒരുപക്ഷെ എല്ലാവരും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ എന്നുള്ള ആ വാക്കുകൾ എല്ലാവരും ഓർത്തെടുക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളോട് പറയുന്ന ഓരോ ഓർമ്മപ്പെടുത്തലുകളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും അത് ശരിവെക്കുന്നുണ്ട്. തീർച്ചയായും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതായിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളിലൊന്ന് മൗനി ബാബയാണ് മൻമോഹൻ സിംഗ് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ മൗനത്തിലും ആ ശാന്തതയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. അല്ലാതെ ശബ്ദമുയർത്തി ഒരു കാടിളക്കിയുള്ള ഒരു തരത്തിലുള്ള പ്രചാരണങ്ങൾക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അത് ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന അഭിവൃദ്ധി എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒന്നും ഇല്ല എന്നിനി ആര് പറഞ്ഞാലും നമ്മൾ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. 91 ശേഷമുള്ള സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ രാജ്യത്ത് തൊഴിൽ കൊണ്ടുവന്നു, വിദേശ മൂലധനം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഞാൻ അവസാനം പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യ വിലക്കയറ്റം വലിയ തോതിൽ രൂക്ഷമായപ്പോൾ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അന്ന് US പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആർ ഈറ്റിംഗ് മോർ എന്നുള്ളതായിരുന്നു. അതായത് ഇന്ത്യക്കാർ ഇപ്പോൾ കൂടുതൽ ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ രാജ്യത്തിൻ്റെ സ്ഥിതിഗതിയെ മാറ്റി എന്നുള്ളത്. ബറാക്ക് ഒബാമ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് ആൾക്കാരെ ദാരിദ്ര്യത്തിലേക്കും താഴെയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളായിരുന്നു എന്നുള്ളതാണ്. KV തോമസ് അന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു, സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നയം രൂപപ്പെട്ടത് എന്നുള്ളത്. അതായത് കൃത്യമായി തൊഴിൽ നൽകുന്ന പോലെ, തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ ഭക്ഷണം ഉറപ്പാക്കുന്ന ഒരു നയം കൂടി അന്ന് കൊണ്ടുവന്നു. അത് സംബന്ധിച്ച ബില്ല് വരെ രൂപപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി ഗ്രാമീൺ കല്യാൺ യോജന എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗജന്യ ഭക്ഷ്യ വിതരണ പദ്ധതിയൊക്കെ അല്ലെങ്കിൽ 85 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യ വിതരണ പദ്ധതിയൊക്കെ നൽകുന്നതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ ഇട്ടത് അന്നത്തെ UPA സർക്കാരായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളുടെ കയ്യിലേക്കൊക്കെ തന്നെ പണം എത്തിക്കുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ നേരിട്ട് പണം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വഴിവെച്ചു എന്നുള്ളത് സംശയമില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള മറ്റു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹം അധികാരം അത് പ്രയോഗിച്ചില്ല എന്നുള്ളൊരു വലിയ ആരോപണം മൻമോഹൻ സിംഗ് ഇപ്പോഴും നേരിടുന്നു. ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുമ്പ് പോലും അദ്ദേഹം അത് നേരിട്ടു എന്നുള്ളതാണ്. അദ്ദേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പോലും അദ്ദേഹം അത് നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഒരു വളരെ സൗമ്യനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഒരു പക്ഷേ ഇനി അദ്ദേഹം കാണുമോ എന്നുള്ള കാര്യം, അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകരാഷ്ട്ര നേതാക്കളൊക്കെ തന്നെ വളരെ ആദരപൂർവ്വമാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്, അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത്, അദ്ദേഹവുമായി സംസാരിച്ചിരുന്നത്, സംവദിച്ചിരുന്നത് എന്നുള്ളത് പലരുടെയും പ്രതികരണങ്ങൾ പിന്നീട് വന്നപ്പോഴൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കിഴക്കിൻ്റെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ എന്നുള്ളതാണ് പല ലോകരാഷ്ട്ര നേതാക്കളും ബറാക്ക് ഒബാമ അടക്കമുള്ളവർ സിംഗിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മൻമോഹൻ സിംഗിൻ്റെ ഒരു സംഭാവനകൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള, അത് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നപ്പോഴാകട്ടെ ധനകാര്യ മന്ത്രിയായിരുന്നപ്പോഴാകട്ടെ എല്ലാം അതുതന്നെയായിരുന്നു. പിന്നെ മറ്റൊന്ന്, മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി കാലം എന്ന് പറയുന്നത് മലയാളികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട കാലമായിരുന്നു. നേരത്തെ നമ്മോട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ സാർ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഒരുപക്ഷെ മലയാളികളുടെ ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. സുരക്ഷാ ഉപദേഷ്ടാക്കളായി ജയൻ ദീക്ഷിതും MK നാരായണനെ പോലുള്ളവരുണ്ടായിരുന്നു. ശിവശങ്കർ മേനോൻ അദ്ദേഹത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു. അപ്പോൾ മലയാളി ഉദ്യോഗസ്ഥരെ പോലും അദ്ദേഹം ഒപ്പം കൊണ്ട് നടക്കിയ മലയാളികൾക്ക് എപ്പോഴും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വീടും വസതി ഓഫീസുമൊക്കെ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടുള്ളത് മലയാളിയായ മുരളീധരൻ പിള്ളയാണ്. അപ്പോൾ ഒരു തരത്തിൽ മൻമോഹൻ സിംഗുമായി അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർക്കായിരുന്നാലും ഉദ്യോഗസ്ഥർക്കായിരുന്നാൽ തന്നെയും അദ്ദേഹത്തെ പോലെ ഒരു പേഷ്യൻ്റ് ലിസണർ അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാൻ തയ്യാറായിരുന്നു, വിമർശനം പോലും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്ന ഒരാളാണ്. അദ്ദേഹം രാജ്യത്തെ
വിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ വിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതേ നയങ്ങൾ തന്നെ പിന്നീട് പിന്തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.